യുദ്ധത്തിന് ശമനമില്ല. സമാധാന ശ്രമങ്ങൾ ഒരു തലത്തിൽ ആഹ്വാനമുണ്ട് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ നരേന്ദ്രമോദി സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. GCC തലവന്മാരുമായി സംസാരിച്ചു, നെതന്യാഹുമായി സംസാരിച്ചു, സമാധാന ശ്രമങ്ങൾ തുടരണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടിയില്ല. മറുവശത്ത് ഇറാൻ്റെ പുതിയ ഭരണാധികാരി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. ട്രംപ് പറയുന്നു ചർച്ചകൾക്ക് ഞങ്ങളും തയ്യാറാണ്, പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. ഞങ്ങൾ തുടങ്ങിയ ദൗത്യം അത് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി ചർച്ചകളിലേക്ക് പോവുക. നിങ്ങൾക്കെതിരെ മുൻപ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നു. ട്രംപിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇതിൻ്റെ ഒരു അവസാനം കാണുന്നതുവരെ ചർച്ചകൾക്കുള്ള ലക്ഷണമുണ്ടാകുന്ന സാഹചര്യമില്ല. നെതന്യാഹുവും കടുപ്പിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേരത്തെ അജയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികളടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന ഗൾഫ് മേഖലകളെയാണ്. അവിടെ വല്ലാത്ത ആശങ്കയും പ്രതിസന്ധിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് വല്ലാത്ത തരത്തിൽ വല്ലാത്ത നിലയിൽ അത് ആ മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദുബായ് ഒക്കെ വല്ലാത്ത ആശങ്കയിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. റമദാൻ കാലമാണ്. ഇഫ്താർ വിരുന്നുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് സമാധാനപരമായി ജനങ്ങൾ ആഘോഷിക്കുകയും കൂട്ടായ്മകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സമയത്താണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അവരുടെ സ്വൈര ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവർ ഇനിയും ഇത്തരം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായാൽ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതൊന്നും ഉണ്ടാകില്ല എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ആ രാജ്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അവരും തിരിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയാൽ അത് ലോകക്രമത്തിൽ വലിയ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നാണ് ഈ വ്യോമയാന മേഖലയുടെ പ്രതിസന്ധി. ഇന്ത്യയിൽ നിന്നടക്കം ഏതാണ്ട് എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ഉള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നു. അത് ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. വിമാന കമ്പനികൾക്ക് മാത്രമല്ല, ഈ പല മേഖലകളിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്കായി പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഞെട്ടൽ അയത്തുള്ള അലി ഖൊമേനി അടക്കം 148 നേതാക്കളെയാണ് ഇന്നലെ ആക്രമണത്തിൽ വധിച്ചത്. അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം കൊല്ലപ്പെട്ടു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അത് ആ ഞെട്ടൽ ആ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രത്യാക്രമണം തുടരുന്നുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിച്ച് വരാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും അമേരിക്കയും ഇസ്രായേലും കടുംപിടുത്തത്തിലാണ്. സഖ്യരാഷ്ട്രങ്ങളായ ജർമ്മനിയും UK-യും ഫ്രാൻസും അടക്കം ഇവർക്കൊപ്പം ആക്രമണത്തിൽ പങ്കുചേരും എന്ന വ്യക്തത കൂടി വരുത്തിയ പശ്ചാത്തലത്തിൽ യുദ്ധം രൂക്ഷമാകാനാണ് സാധ്യത. പക്ഷേ ഇറാൻ്റെ അവസ്ഥ എത്രത്തോളം അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഒരു പരിധിവരെ അവർക്ക് മിസൈൽ ശേഖരമുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുണ്ട്. അതൊക്കെ പ്രയോഗിച്ച് തീരും വരെയുള്ള പ്രതിരോധം സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഒരുപാട് ആയുധശേഷിയുള്ള ഒരു രാജ്യമല്ല ഇറാൻ. വലിയ രാജ്യമാണ് എങ്കിൽ പോലും വർഷങ്ങളായുള്ള സാമ്പത്തിക സാങ്ഷൻസ്, അതായത് ഉപരോധങ്ങൾ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എണ്ണ കയറ്റുമതി പോലും വർഷങ്ങളായി കാര്യമായി ഇല്ലാത്ത ഒരു രാജ്യമാണ്. റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് എണ്ണ അവരിൽ നിന്ന് വാങ്ങുന്നത്. ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അവരെ നിരോധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം, അവരിൽ ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലം അവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക ശേഷിയിൽ അത്ര മുൻപിലുള്ള രാജ്യമല്ല ഇറാൻ. പക്ഷേ അത് ഇറാന് സധൈര്യം അവർ നേരിടുന്നു. അമേരിക്കൻ ആക്രമണത്തെ അവർ പ്രതിരോധിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ് താനും. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. നിലവിലെ സംഭവങ്ങൾ അദ്ദേഹം ആശങ്ക അറിയിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. എത്രയും വേഗം സംഘർഷം തീർക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു. UAE പ്രസിഡന്റുമായും മോദി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യക്കാരോടുള്ള കരുതലിന് UAE പ്രസിഡന്റിന് മോദി നന്ദി അറിയിച്ചു. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചുവെന്നും UAE പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കൂടെ നിൽക്കുന്നതിന് നന്ദിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. അജയ് തുടരുകയാണ്. അജയ്, ഇന്ത്യക്ക് ഈ മേഖലയിൽ ഇടപെട്ടേ സാധിക്കൂ. കാരണം നമ്മുടെ എത്രയോ ലക്ഷം ആളുകൾ അവിടെ, മലയാളികളടക്കം എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. ഒരു ഘട്ടത്തിൽ ഇന്നലെയൊക്കെ ഒരു ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ടും ചില നീക്കങ്ങൾ, സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളും തേടുന്നുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. പക്ഷേ അത്രത്തോളം സങ്കീർണമല്ല. നമ്മൾ അവിടുത്തെ മലയാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ അത്ര ഭീതിജനകമൊന്നുമല്ല സാഹചര്യങ്ങൾ. മിസൈലുകളൊക്കെ കാണാം. മിസൈലുകൾ അങ്ങോട്ടേക്ക് പല സ്ഥലങ്ങളിലും പതിക്കുന്നുണ്ട്. പക്ഷേ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സുരക്ഷിതരാണ്. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനല്ലേ സാധ്യത?
തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്തരമൊരു ജനവാസ മേഖലകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യാവസായിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഇറാൻ വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചിട്ടില്ല. ഇവരുടെ ലക്ഷ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ സൈനിക താവളങ്ങൾ, അതുപോലെ ചില തുറമുഖങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ വ്യാവസായിക മേഖലകളിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് നമ്മളെടുത്ത് പറയണം. കഴിഞ്ഞ ദിവസം പാം ഐലൻഡിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ മറ്റ് മേഖലകളിൽ നടന്ന ആക്രമണങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ആക്രമണങ്ങൾ നിലവിൽ അത്രയധികം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാത്രമല്ല ഇന്ത്യൻ എംബസി അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. തുടർച്ചയായി എല്ലാവർക്കും മെസ്സേജുകൾ പോകുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശീയ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും മെസ്സേജുകൾ പോകുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തരാവസ്ഥയുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും അവരോട് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ മറ്റ് വ്യാവസായിക മേഖലയിൽ താമസിക്കുന്ന മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ജനലുകൾക്ക് സമീപം കിടക്കുന്നത്, രാത്രി സമയത്ത് ഇവിടെ ഈ ജനലുകൾക്ക് സമീപം കിടക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി സമയത്താണ് ഇത്തരമൊരു മിസൈൽ ആക്രമണം അതെല്ലാം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ നിരവധി മലയാളികൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പങ്കുവച്ച ചില വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇതെല്ലാം രാത്രി സമയത്ത് ആകാശത്തുള്ള ഒരു മിസൈൽ വർഷം, ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പലരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഈ കൂടുതൽ മിസൈലുകളും ഈ ഗൾഫ് മേഖലയിൽ പ്രവേശിക്കുന്നത് അതത് രാജ്യങ്ങൾ തന്നെ നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. UAE-യിലൊക്കെ 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് UAE-യിൽ മാത്രം പോയത്. അപ്പോൾ അതെല്ലാം അവർ നിർവീര്യമാക്കിയിരുന്നു. എന്നാൽ ചിലതാണ് ഇപ്പോൾ ഈ മാറി മറ്റ് ജനവാസ മേഖലകളിലൊക്കെ വന്ന് പതിച്ച് പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പോൾ ടെഹ്റാനിൽ വീണ്ടും ഈ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ടെഹ്റാനിൽ പലയിടത്തും സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല സർക്കാർ കേന്ദ്രങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെ ടെഹ്റാനിൽ നശിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഇന്നലെ മുതൽ മേഖലയിലുണ്ട്. ജനങ്ങൾ ഒട്ടാകെ മുഴുവനായി ഈ നഗരം വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ തദ്ദേശീയ സർക്കാരും അതുതന്നെയാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ ടെഹ്റാൻ നഗരം ഒഴിയണം എന്നാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അല്ലാതെ അവരുടെ ആശങ്ക ഒഴിക്കാനുള്ള നടപടികളൊന്നും ഇറാൻ സ്വീകരിക്കുന്നില്ല എന്നൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് പരമാവധി ഒഴിപ്പിക്കാനുള്ള നടപടികൾ അങ്ങനെ അവരും സ്വീകരിച്ചു വരികയാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലും മരണസംഖ്യ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിഷമിപ്പിക്കുന്ന കാര്യം കൂടിയുണ്ട്. ഈ പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മിനാബ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എലമെൻ്ററി സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണമുണ്ട്. അവിടുത്തെ ആക്രമണത്തിൽ ഇപ്പോൾ മരണസംഖ്യ വീണ്ടും ഉയർന്നു. കഴിഞ്ഞ ദിവസം 148 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അത് 180 മരണമായിട്ട് ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ എലമെൻ്ററി സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണം അതൊക്കെ കടുത്ത രീതിയിൽ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ച ഒരു കാര്യമാണ്. ഇത് തെക്കൻ ഇറാനിലാണ് ഈ ഒരു സ്കൂൾ അടക്കമുള്ള ഈ മിനാബ് മേഖല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വടക്കൻ മേഖലയിലാണ് സംഘർഷം അതിരൂക്ഷമായിട്ടുള്ളത്. പക്ഷേ തെക്കൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒറ്റപ്പെട്ട ഈ ആക്രമണത്തിലാണ് ഈ സ്കൂൾ തകരുന്ന ഒരു പശ്ചാത്തലം അത് ഇറാനിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ലെബനൻ ഗ്രൂപ്പിൻ്റെ ഈ ആക്രമണം അത് എത്ര നാൾ തുടരും, അവർ വീണ്ടും ഒരു പ്രകോപനത്തിന് തയ്യാറെടുക്കുകയാണോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരിച്ച് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തി. അവിടെ ഹിസ്ബുള്ളയുടെ ചില കേന്ദ്രങ്ങളിലടക്കമാണ് ആക്രമണം നടത്തിയത്. അതിലെ നാശനഷ്ടങ്ങളൊന്നും നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇസ്രായേൽ ആക്രമണത്തോടെ അവർ അടങ്ങുമോ അല്ലെങ്കിൽ മറ്റൊരാക്രമണം ഇവിടെ നടത്താനായി അവർ പദ്ധതിയിടുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. നിലവിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഈ ആക്രമണത്തിൻ്റെ കാരണമായി പറഞ്ഞിട്ടുള്ളത് ആയത്തുള്ള അലി ഖമനയുടെ മരണമോ അല്ലെങ്കിൽ ഈ ഇറാന്റെ നിലവിലെ പ്രകോപനങ്ങളോ അമേരിക്കയുടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.